ചെയ്യുമ്പോൾ നമ്മൾ ഒത്തിരി ഇവിടുന്ന് എടുത്ത് ആർട്ടിസ്റ്റിനെ ഇടുമ്പോൾ അതിൻ്റെ ഒരു തമിഴ് സ്വഭാവം ചിലപ്പോൾ നഷ്ടപ്പെടുമെന്നൊരു പേടി. ഇപ്പോൾ കമൽ സാറിന് ഒരു കാര്യത്തിൽ നിർബന്ധമുണ്ട്. അദ്ദേഹം എന്നോട് പറഞ്ഞു, ജിത്തു കഴിയുന്നതും ഈ തമിഴൊക്കെ നന്നായിട്ട് സംസാരിക്കുന്നത് കാരണം എല്ലാവരും അവനവൻ തന്നെ ഡബ് ചെയ്താൽ നന്നായിരിക്കും. കാരണം ഇങ്ങനെ ഒരു സ്ലാങ് ഒക്കെ വെക്കുന്നുണ്ട്. പിന്നെ കഴിയുന്നതും ഒരു തമിഴ് ആർട്ടിസ്റ്റ് ഇതിനകത്ത് വന്നാൽ, അല്ലെങ്കിൽ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊരു മലയാളത്തിൻ്റെ റീമേക്കിൽ നിന്നുള്ളൊരു ഫീല് വരും നമുക്കതല്ലാതെ. അപ്പം ഞാനും അത് തന്നെ ഉദ്ദേശിക്കുന്നത്. അതുകൊണ്ട് തന്നെയാണ് പേര് പോലും ദൃശ്യം വേണ്ട എന്ന് പറഞ്ഞ് വേറെ പല പേരുകൾ ആലോചിച്ച് അങ്ങനെ പാപനാശത്തിലേക്ക് വന്നത്. അപ്പോൾ റീമേക്ക് വേണ്ട, നമ്മളൊരു വേറൊരു തമിഴ് സിനിമ ചെയ്യുന്നു എന്നുള്ള ലൈനിൽ തന്നെ. എന്തായാലും അത് സക്സസ്ഫുള്ളായി എന്നുള്ളപ്പം എല്ലാവരും പറയുന്നുണ്ട് ഇതൊരു ഇൻഡിപെൻഡൻറ്റ്, ഇത് വേറൊരു സിനിമ, വേറൊരു തമിഴ് സിനിമ എന്നുള്ള ഒരു ഫീൽ ഉള്ളതായിട്ട് എല്ലാവരും പറയുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മളിങ്ങനെ ലിസ്റ്റ് എടുത്തു കഴിഞ്ഞപ്പോൾ തമിഴിന് സുപരിചിതനായി. കാരണം പക്ഷേ ഈ ക്യാരക്ടറിന് ഒരു കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ വളരെ സട്ടിലായിട്ട് ചെയ്യണം. ആ സട്ടിലിറ്റിയുടെ ഒരു ഇത് പ്രോബ്ലം. എന്നാൽ ദൃശ്യത്തിലെ സഹദേവൻ്റെ സട്ടിലിറ്റി അല്ല പെരുമാളിന് കൊടുത്തിരിക്കുന്നത്. പെരുമാളിന് ഒരു സ്റ്റെപ്പ് കയറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുഴപ്പമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു സ്റ്റെപ്പ് അങ്ങനെയൊക്കെ നമുക്ക് പിടിച്ച് കൺട്രോൾ ചെയ്യണമെങ്കിൽ അതൊരു കഴിവുള്ളൊരു ആർട്ടിസ്റ്റ് ആയിരിക്കണം. അപ്പോൾ അങ്ങനെ വന്നപ്പോൾ തമിഴിലുള്ളവർക്ക് പരിചിതനും കഴിവുമുള്ള ഒരാളെന്ന് പറഞ്ഞപ്പോഴാണ് കലാഭവൻ പേര് നമ്മൾ ഇതിലേക്ക് വന്നത്. ആശാ ശരത്തിൻ്റെ കേസിലും എസ്തറിൻ്റെ കേസിലും നമ്മൾ അത് സെക്കൻഡ് ഒരു ഓപ്ഷന് പോകാഞ്ഞത്, ഞങ്ങൾ ഓൾറെഡി വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള രണ്ട് ആർട്ടിസ്റ്റായിരുന്നു. കാരണം ആശ മലയാളത്തിലും അങ്ങ് എന്താ പറയുക ഒത്തിരി എക്സ്പോസ്ഡ് അല്ലായിരുന്നല്ലോ, വന്നതേ ഉള്ളൂ. അപ്പോൾ തമിഴിലൊരു ന്യൂ ഫേസ് എന്നുള്ള ഫീലേ വരുന്നുള്ളൂ. ഒരു മലയാളി ആക്ട്രസ് എന്നുള്ള അല്ലെങ്കിൽ അങ്ങനെ ഒരു എക്സ്പോസ്ഡ് ആയിട്ടുള്ള ഒരാളല്ലല്ലോ. എസ്തറിൻ്റെ കേസിലും അതെ. എസ്തറിൻ്റെ കേസിൽ നമുക്ക് കുട്ടികളെ കിട്ടാൻ എളുപ്പമാണ്, പക്ഷേ പെർഫോം ചെയ്യുന്നൊരു കുട്ടിയെ കിട്ടാമെന്ന് തന്നെ ബുദ്ധിമുട്ടുണ്ട്. അതുകൊണ്ട് തുടക്കത്തിലെ ഞാനും കമൽ സാറും രണ്ട് ക്യാരക്ടേഴ്സ് ഓൾറെഡി ഫിക്സ് ചെയ്തിരുന്നു. എസ്തറും മറ്റേ വരുണും. ആ പയ്യൻ്റെ ലുക്ക്, അവൻ്റെ പൂച്ചക്കണ്ണ, അപ്പോൾ അതും കറക്റ്റായിരുന്നു. അത് നേരത്തെ തന്നെ നമ്മൾ അത് അവരെൻ്റെ മതി എന്ന് തീരുമാനിച്ചിരുന്നു. ബാക്കിയെല്ലാം നമ്മൾ മെയിൻ ഇത് കുറച്ച് ആ തമിഴിൻ്റെ ഒരു ഇത് വരികയും ആ സ്ലാങ് സംസാരിക്കാൻ പറ്റാത്തൊരു ആ ഒരു ഭാഗമൂടെ കണ്ടിട്ടാണ്. പിന്നെ ഒരു തമിഴിലൊരു സിനിമ ചെയ്യുമ്പോൾ നമ്മൾ അവിടെയുള്ളവരെയും കൂടെ കൺസിഡർ ചെയ്യണ്ടേ. സത്യസന്ധമായി പറഞ്ഞാൽ ഞാൻ ഓർത്തു എന്തായാലും കമൽ സാറിൻ്റെ ഒരു പടം ചെയ്യണം എന്നുള്ളത് അതൊക്കെ ഞാൻ ആക്ച്വലി ഞാൻ ആഗ്രഹിച്ചില്ല എന്ന് പറയാം. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ നടക്കില്ലാത്തായിരുന്നു നമ്മളതിന് എന്നുള്ള ലൈനിലായിരുന്നു. ഇത് വന്നപ്പോൾ ഓർത്ത് എന്ത് വന്നാലും ഞാൻ ചെയ്യും. കമൽ സാർ കയറി ഡയറക്റ്റ് ചെയ്യണോ ഞാനങ്ങ് മാറിയിരുന്നേക്കും. എന്നാലും ഒരു കമൽ സാറിൻ്റെ കൂടെ ഒരു പടം ചെയ്യുക എന്ന് പറയുന്നത് അതിൽ തന്നെ ഇറങ്ങി. അപ്പം ഞാൻ വേഴ്സ്റ്റ് കേസ് സിനാരിയോ കമൽ സാർ കയറി ഏറ്റെടുത്ത് അദ്ദേഹം ചെയ്തോട്ടെ, ഞാൻ കഥയൊക്കെ കണ്ട് സൈഡിലിരുന്നോളാം എന്നുള്ള ലൈനിൽ തന്നെ ഇറങ്ങിച്ചത്. ആ ഡിസ്കഷനിലൊക്കെ അദ്ദേഹം നമ്മൾ പറയുന്ന കാര്യങ്ങൾ സ്വീകരിക്കുകയും അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങൾ ഞാൻ സ്വീകരിക്കും. ഞങ്ങൾ തമ്മിൽ ശരിക്കും ഒരു നല്ല റിലേഷൻഷിപ്പ് ഉണ്ടായി. ഫസ്റ്റ് ഡേ ഷൂട്ട്. അപ്പോൾ പിന്നെ ഷൂട്ട് തുടങ്ങുമ്പോഴാണല്ലോ അതിനകത്ത് വരുന്നത്. ഷൂട്ട് കഴിഞ്ഞു, പുള്ളിയുടെ ഷോട്ട് എടുക്കും, അദ്ദേഹം അവിടെ പോയി കസേരയിരിക്കും. ചിലപ്പോൾ അവിടെ എന്തൊക്കെ ചിരി കേൾക്കാം, ആരെങ്കിലുമൊക്കെ ആയിട്ട് വർത്താനം പറഞ്ഞു. ചിലപ്പോൾ ഭയങ്കര കർണാട്ടിക് സോങ് കേൾക്കാം. നമുക്ക് അവിടെ നിന്ന് താളമൊക്കെ പാട്ടൊക്കെ പാടുകയാണ്. രണ്ടാമത്തെ ദിവസം ഇത് തന്നെ. മൂന്നാമത്തെ ദിവസം ഇതായപ്പോൾ ഞാൻ ചുമ്മാ ഒന്ന് വിളിച്ചു, കമൽ സാർ മോണിറ്റർ ഒന്ന് കണ്ട് നോക്കിയിട്ടൊരു അഭിപ്രായം പറഞ്ഞു. നോ ദാറ്റ്സ് യുവർ ജോബ്, യു ഡു ഇറ്റ് എന്ന് പറഞ്ഞിട്ടങ്ങ് പോയി. പിന്നെ ഏതെങ്കിലും പർട്ടിക്കുലർ സീൻ ചെയ്യുമ്പോൾ ഇവിടെ എല്ലാവരും ചെയ്യുന്ന പോലെ, ഇപ്പോൾ പൃഥ്വിരാജ് ആണെങ്കിലും ദിലീപ് ആണെങ്കിലും ലാലേട്ടനാണെങ്കിലും എല്ലാവരും ചെയ്യുന്ന പോലെ ഇംപ്രൂവൈസേഷൻ. ജിത്തു നമുക്ക് ഇങ്ങനെ ചെയ്താലോ, ജിത്തു നമുക്ക് ഇങ്ങനെ ചെയ്താലോ, അത് കമൽ സാറും പറയും. സജഷൻസ് ഒരു അഭിപ്രായങ്ങളൊക്കെ ചോദിക്കും. അപ്പം നല്ലതാണ് ഞാൻ പറയും, ഓക്കെ സാർ അത് കൊള്ളാം, നന്നായിട്ടുണ്ട് ചെയ്യാം. അപ്പോൾ 1-2 തവണ ഞാൻ സാർ അത് വേണ്ട, അത് ശരിയാവില്ല, ഓക്കെ ശരി. 1-2 തവണ സ്ഥലത്ത് അദ്ദേഹം അഭിനയിച്ച് വന്നപ്പോൾ എനിക്കൊന്ന് മാറ്റി ചെയ്യിക്കണമെന്നുണ്ട്. ഞാൻ ആദ്യം ഞാൻ സാർ അതിങ്ങനെ അത് വേണ്ടേ, പിന്നെ എങ്ങനെ വേണ്ട ഇങ്ങനെ ഓക്കെ. അപ്പം ഞാൻ എന്താ പറയുക, ഞാൻ വണ്ടടിച്ചിരുന്നു. ഇനി ആ ഫസ്റ്റ് ഡേ ഒരു എക്സ്പീരിയൻസ് ഉണ്ട്, അതാണ് മറക്കാൻ പറ്റാത്തത്. ഫസ്റ്റ് ഡേ കമൽ സാറ് ജോയിൻ ചെയ്യുന്ന ദിവസം ഞാൻ തലേ ദിവസം ചെന്ന് കമൽ സാറിനോട് പറഞ്ഞു, ഒരു 7:30 ആകുമ്പോൾ ഷോട്ട് എടുത്താൽ കൊള്ളാമെന്നുണ്ട്, കമൽ സാറ് ഇങ്ങനെ വരാൻ പറ്റുമോ? 7:00 ഞാൻ വന്നേക്കാം. അപ്പോൾ 7:00 ഉദ്ദേശിച്ചപ്പോൾ എൻ്റെ പ്ലാൻ വെച്ചാൽ 8:30 എടുക്കുക എന്നുള്ളത്. കാരണം 7:00 എന്ന് പറഞ്ഞാൽ 8:30 ഷോട്ട് എടുക്കുകയുള്ളൂ. കാരണം നമ്മുടെ ഒരു പൊതുവെ ഒരു ആർട്ടിസ്റ്റിൻ്റെ ഒരു ഹീറോ, അത് ഈ ലെവലിലുള്ള ഹീറോസൊക്കെ ആകുമ്പോൾ അറിയാമല്ലോ. അപ്പം ഞങ്ങൾ വന്ന് അവിടെ ക്യാമറയൊക്കെ ഇറക്കി അവിടെ വന്ന് വാചകമൊക്കെ അടിച്ച് ഇങ്ങനെ ഇരുന്നു. അപ്പോൾ അതൊക്കെ മറ്റേ ലൂണ അവിടെ ഉണ്ടായിരുന്നു, ലൂണയൊക്കെ എടുത്ത് ഇങ്ങനെ സൈഡിൽ ഇങ്ങനെ ഇരിക്കുക. കുറച്ച് കഴിഞ്ഞ് പെട്ടെന്ന് ഒരു കാൽപ്പെരുമാറ്റം പോലെ സൈഡിൽ ആരോ വന്നിരിക്കുന്നത്. ഞാനിങ്ങനെ നോക്കി, ഇങ്ങനെ തിരിഞ്ഞ് നോക്കി. പെട്ടെന്ന് ഞാൻ ഒന്നുകൂടെ നോക്കി കഴിഞ്ഞപ്പോഴത്തേക്കും
ഒരു കൊച്ചു പയ്യൻ വന്ന് നിൽക്കുന്നല്ലേ മുണ്ടൊക്കെ എടുത്ത് കമൽ സാറ്. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഭയങ്കര ഒരു ആളങ്ങ് മാറിപ്പോയി. അതിനു മുമ്പ് ഒരു ജീൻസ് നോക്കിയിട്ട് തലവസമൊക്കെ ഉണ്ട്. ഞാൻ റെഡി. ഞാൻ വാച്ച് നോക്കി 7:20. അപ്പോൾ ഞാനിങ്ങനെ പെട്ടെന്ന് ശരി സാർ എന്ന് പറഞ്ഞ് ഞാൻ പെട്ടെന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ ആരാണ്ട് വന്നു, പ്രൊഡ്യൂസർ വന്നു. ഞാൻ സുഹിത്തിൻ്റെ ഓടി ചെന്നിട്ട് പറഞ്ഞു, സുഹിത്തെ ക്യാമറ ഇവിടെ വെച്ചോ സ്കൂട്ടർ. അപ്പോൾ അല്ലല്ല നമ്മൾ മറ്റേ അല്ലേ, അതൊന്നും നോക്കണ്ട, സാധനം വെച്ചൊരു ഷോട്ട് എടുത്തു ഇല്ലേ ശരിയാവില്ല. കാരണം ആദ്യത്തെ ദിവസം വിളിച്ചു വരുത്തിയിട്ട് 1 മണിക്കൂർ വെയിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കാരണം ഞാൻ പ്രതീക്ഷിച്ചില്ല ഇങ്ങനെ വരുന്നു. അതുകൊണ്ട് സുഹിത്ത് വന്നിട്ട് ക്യാമറയും വെച്ചു. ഞാൻ സാറേ വണ്ടി കയറി അങ്ങ് ഓടിച്ചു നോക്കണം പറഞ്ഞു. സാറേ ഓടിച്ചു പോയി. ഞങ്ങൾ സിനിമയിൽ യൂസ് ചെയ്യുകയും ചെയ്തു കേട്ടോ. ഓടിച്ചു പോയി. കാരണം പിന്നെ അങ്ങോട്ട് അങ്ങനെയായിരുന്നു. ഒരു പക്ഷേ ആദ്യമായിട്ട് ഒരു 10-15 കൊല്ലത്തിനിടയിൽ തമിഴ് ഇൻഡസ്ട്രി പറയുന്നുണ്ട് 39-40 ദിവസം കൊണ്ട് ഒരു തമിഴ് സിനിമ, അതും ഒരു കമൽഹാസൻ സിനിമ തീരുന്നത്. അതിനകത്ത് അത് എൻ്റെ മാത്രം കഴിവൊന്നുമില്ല, കമൽ സാർ കറക്റ്റ് സമയത്ത് വന്നു എന്നുള്ളത്. രാവിലെ രസമെന്ന് വെച്ചാൽ ഒരു രാവിലെ വന്ന് ഒരു ദിവസം രാത്രി 8:30 ആയപ്പോഴാണ് പാക്കപ്പ് ചെയ്ത് രാവിലെ വന്നു. പോകാൻ നേരത്തും എന്നോടും അല്ല, കമൽ സാർ ഇങ്ങനെ നടക്കുന്നതിൻ്റെ ഇടയ്ക്ക് പ്രൊഡ്യൂസർ സുരേഷ് ബാലാജിയുടെ കൂടെ ഒരു പാർട്ണറുണ്ട്, ജോർജ് പയസ് എന്ന് പറയും, എൻ്റെ റിലേറ്റീവും കൂടെയാണ്. ജോജിനെ നമ്മൾ വിളിക്കുന്നത്. ജോജിയോട് പറഞ്ഞു, അതെ കണ്ടിന്യൂസ് ഒരു 10-11 മണിക്കൂർ എന്ന് പറയുമ്പോൾ നമ്മുടെ പ്രൊഡക്റ്റ് പറയും ഒരു 8 മണിക്കൂർ ഒരു ദിവസം കണ്ടിന്യൂസ് മതിയായിരിക്കും അല്ലേ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ ജോജി എന്നോട് വന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ ഓടിച്ചെന്നുണ്ട്, സാർ എന്താണേലും പറഞ്ഞു, ഞങ്ങൾ മലയാളത്തിൻ്റെ രീതിയിൽ അങ്ങ് പോയെന്നേ ഉള്ളൂ, സാറിന് എന്താണ് കംഫർട്ടബിൾ. അവൻ അല്ല വേറൊന്നും കൊണ്ടുമല്ല, നമ്മൾ 8 മണിക്കൂർ കൂടുതൽ അങ്ങനെയൊക്കെ വർക്ക് ചെയ്യുമ്പോൾ പിന്നെ നമ്മൾ കുറച്ചങ്ങോട്ട് ഉഴപ്പാൻ തുടങ്ങും. ആ പ്രൊഡക്ടിവിറ്റി കറക്റ്റായിട്ട് ഞാൻ മതി സാർ, ഒരു തിരക്കുമില്ല എന്ന് പറഞ്ഞു. പുള്ളി എന്നോട് പോലും പറഞ്ഞില്ല. വളരെ ലാലേട്ടനെയും എനിക്ക് കമൽ സാറിൻ്റെയൊക്കെ ഭയങ്കര യുണീക്നെസ് തോന്നിയ ഒരു കുറേ ഏരിയ അതൊക്കെ. അവരുടെ ഒരു പ്രൊഫഷണലിസം, ഒരു ഡെഡിക്കേഷൻ. ലാലേട്ടനോടാണേലും പറഞ്ഞപ്പോൾ രാവിലെ ഏർലി മോർണിംഗ് ഷോട്ടുണ്ട്, ഒരു 6 മണി അതിനെന്നാ ഞങ്ങൾ 3:30 പോയി ഷൂട്ട് ചെയ്തിട്ടുണ്ട് എന്നൊക്കെ പറഞ്ഞാണ് അദ്ദേഹം ചെയ്യുന്നത്. എനിക്ക് വേണം ഞങ്ങൾ ഫാസ്റ്റായിട്ട് തീർക്കുന്നതിൻ്റെ ഒരു മെയിൻ ഘടകം എഡിറ്റഡ് സ്ക്രിപ്റ്റ്, വ്യക്തമായ പ്ലാനിങ്. പിന്നെ ഇപ്പോൾ മൾട്ടി ക്യാമറയാണ് സിനിമ ചെയ്യുന്നത്. ലൈഫ് ഓഫ് ജോസൂട്ടിക്ക് 3 ക്യാമറ, ത്രൂ ഔട്ട് 3 ക്യാമറ ഉണ്ടായിരുന്നു. ചില സമയത്ത് വേറെ അഡീഷണൽ ക്യാമറയും കൂടെ വന്നിട്ടുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഒരു സീനൊക്കെ ഫുൾ ഒള്ളി തിങ് എന്ന് വെച്ചാൽ വ്യക്തമായ സീൻ ഉണ്ടാവണം, ആർട്ടിസ്റ്റ് ഡയലോഗ് ബൈഹാർട്ടായിട്ട് പഠിച്ചിരിക്കണം. അപ്പോൾ ഒരു നാടകം ലൈവായിട്ട് ചെയ്യുന്ന പോലെ. അതുകൊണ്ടൊരു ഗുണം എന്ന് വെച്ചാൽ ആർട്ടിസ്റ്റിൻ്റെ റിയാക്ഷൻസ് ഒക്കെ അവർ പോലും അറിയാതെ നമ്മൾ ഒപ്പിയെടുക്കുക. അപ്പോൾ ദൃശ്യത്തിനാണെങ്കിലും ലാലേട്ടൻ വന്ന് ഇത് ചെയ്ത് ഇങ്ങനെ ഇരുന്ന് നിൽക്കുമ്പോൾ ഇത് കണ്ടപ്പോൾ ഞാൻ വൈഡ് വെച്ചിട്ടുണ്ട്. പിന്നെ ലാലേട്ട റിയാക്ഷൻ അവിടെ ഒരു ക്യാമറ, അവിടെയും ക്യാമറ ഉണ്ടോ എന്ന് ചോദിച്ചു. കാരണം ആൾക്കാരുടെ ഇടയിലൂടെ ഒരു ക്യാമറ വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഒരു ഗുണം ഞാൻ മനസ്സിലാക്കിയെന്ന് വെച്ചാൽ ഒന്ന് ഇമോഷണൽ കണ്ടിന്യൂറ്റി. ലോകത്തിൽ എത്ര വലിയ നടനാന്ന് പറഞ്ഞാലും പിന്നീട് നിൽക്കുമ്പോൾ മാറ്റങ്ങളുണ്ടാവും. അപ്പോൾ അവർ പോലും അറിയാതെ പല ആംഗിളിൽ നിന്ന് അവർ റിയാക്ഷൻസ് എടുത്തു. അപ്പം നമ്പർ ഓഫ് ക്യാമറാസ് കൂടുന്ന ശരിക്കും പല ക്യാമറമാർ അതിന് ബുദ്ധിമുട്ട് പറയും. അപ്പോൾ ഇപ്പോൾ പലരും എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന ഒരു സുഹിത്താണേലും ഇപ്പോൾ രവി ആണേലും അവരതുമായിട്ട് പൊരുത്തപ്പെടുന്നവരാണ്, അല്ലെങ്കിൽ അത് കുഴപ്പമില്ലാത്തവരാണ്. അപ്പം ഇതും ഒരു ഫാക്ടറാണ്. പിന്നെ പ്ലാനിങ്, എഡിറ്റഡ് സ്ക്രിപ്റ്റുമായിട്ട് ഇറങ്ങുന്നു, വ്യക്തമായ ധാരണയുണ്ട് നമുക്ക്, അതുകൊണ്ടൊക്കെ ആയിരിക്കാം. പിന്നെ അതിനോട് ആർട്ടിസ്റ്റ് സഹകരിക്കുന്നു. കാരണം അവരെ സംബന്ധിച്ചിടത്തോളം അവർക്ക് കറക്റ്റായിട്ടുള്ള ഒരു കംഫർട്ടബിൾ ആയിട്ടുള്ള അറ്റ്മോസ്ഫിയർ ഉണ്ടാക്കി കൊടുത്താൽ മതി. പിന്നെ ചില ആർട്ടിസ്റ്റിന് മാത്രമേ രാവിലെ ഇത്ര മണിക്ക് വരാൻ പറ്റുള്ളൂ എന്ന് പറയുമ്പോൾ നമ്മൾ അതനുസരിച്ച് അങ്ങ് പ്ലാൻ ചെയ്യും. അപ്പോൾ ഞാൻ എപ്പോഴും ഒരു പുതിയ ആളുമായിട്ട് വർക്ക് ചെയ്യുമ്പോൾ ഞാൻ അവരോട് ചോദിക്കും, താങ്കളുടെ കംഫർട്ടബിൾ ടൈമിങ് എങ്ങനെയാണ്, താങ്കൾക്ക് എപ്പോൾ രാവിലെ വരാൻ പറ്റും, എത്ര മണി വരെ നിൽക്കാൻ പറ്റും. അതറിയുമ്പോൾ അതനുസരിച്ചിട്ടാണ് ചാർട്ട് ചെയ്യുന്നത്. ഇപ്പം ഇന്ന് രാത്രി 10 മണി വരെ 11 മണി വരെ വർക്ക് പോയാൽ നാളെ ഓഫ് കോഴ്സ് നാളെ ചിലപ്പോൾ ഒരു ഉച്ചയാകുമ്പോൾ എന്നാൽ നാളെ ഉച്ചയായിട്ട് എന്നെ വിളിക്കാവുള്ളൂ. അപ്പോൾ അവരുടെ രീതി അറിഞ്ഞാൽ നമ്മുടെ ചാർട്ടിങ് അതുപോലെ ആയിട്ട് ചെയ്യും. എന്നാലും കുറേയൊക്കെ നമ്മുടെ കയ്യിൽ നിന്ന് വിട്ടു പോകാം.